അപ്പൊ നമുക്ക് ചെല്ലല്ലേ? നമുക്ക് എനിക്ക് വലിയ ധൈര്യമില്ല. ഞങ്ങള് പോയി ചായ കുടിച്ചിട്ട് നമ്മൾ അനുവേട്ടന്റെ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ ഷൂ ഒക്കെ ഊരി നമ്മളെ നല്ല കുട്ടിയായിട്ട് ഹലോ അനുവേട്ട അതൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് ഞങ്ങൾ എത്തി. ഞങ്ങൾ മാത്രമല്ല, ഒരു ക്യാമറ ടീമും ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. ഈ മഞ്ഞ ഉടുപ്പിട്ടവർ അവന്റെ വണ്ടിയെ കയറ്റി ഇരുത്തിയിട്ട് 21 ഗ്രാംസിനെ പറ്റി ചോദിക്കാനെന്ന് വിളിച്ചത് എന്നെ. വരുന്ന വഴിക്ക് മാനസയുടെ വീട്ടിൽ കയറ്റി മാനസയും പിക്ക് ചെയ്തു. പിന്നെ എവിടോട്ടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാം. അത് ഞാൻ പറഞ്ഞ അനുവേട്ടന് സർപ്രൈസ് കൊടുത്താലോ? ക്യാനായി ഇവിടെ വരെ എത്തിയിട്ട് ഇനി എന്തൊക്കെയാണ്? ചേട്ടാ നമസ്കാരം. ഞങ്ങൾ ബിഹൈൻഡ് റൂട്ട്സ് എന്ന് പറയും. ബിഹൈൻഡ് റൂട്ട്സിന്റെ ചാറ്റ് ഓൺ വീൽസ് എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. സോ ജീവബ്രോനെ ആദ്യം പൊക്കി. അപ്പോൾ ജീവബ്രോനോട് ചോദിച്ചു പുതിയ സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആരൊക്കെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരൊക്കെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഫസ്റ്റ് പറഞ്ഞാൽ രൂപയുടെ വരാൻ ശേഷം മാനസിനെ പൊക്കിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. അല്ല അത് ഓക്കെ, പക്ഷെ ഇവിടെ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ്. അതെന്താന്നറിയാം ചേട്ടാ, ഉച്ചയ്ക്ക് നമ്മുടെ ബിബിയെ റിനീഷനെ കാണാൻ നമ്മുടെ കലിസിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു വൈകിട്ട് അനുവേട്ടൻ്റെ അടുത്ത് ലേക്ക് ഹൗസിൽ വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഞാനും വരാം എന്ന് പറഞ്ഞു. ഞാൻ ബിബിയോട് വിളിച്ചു പറഞ്ഞു നീ ലൊക്കേഷൻ അയച്ചു. അല്ല വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ ഇപ്പൊ ദേവന വീട്ടിൽ വന്നാൽ നമുക്ക് ഓക്കെ ഒപ്പിക്കുമെന്ന് നമുക്കറിയാം. ഇത് ഭയങ്കര അത്തയുടെ കണ്ണു കണ്ടാണ് ജീവ. അനുവേട്ട തിരക്കിലായിരുന്നു. എന്തോ എഴുതുന്ന പരിപാടിയിലും കണ്ടു. ഇല്ല അത് ഇനിയൊന്നുമില്ല. ഓരോരോ റോളോ? ഞാൻ മനസമാധാനമായിട്ടിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തെ വാതിലും ചവിട്ടി തുറന്ന് കയറി വന്നതും പോരാ, എന്റെ സമാധാനം നശിപ്പിച്ചിട്ട് ഇനി നിനക്ക് റോളൂടെ തരണം എന്നായിരിക്കും അനുവേട്ടൻ പറയുന്നത്. അല്ലേ ഏട്ടാ? ചായ വേണ്ടേ? ഞങ്ങളൊന്ന് പറഞ്ഞോണ്ടിരുന്നു ചായ ഉണ്ടോ? പാലുണ്ടോടാ? ചായപ്പൊടി ഉണ്ടാ? അതെ നിനക്കല്ലേ? നിനക്കാണ് കുറവുണ്ട്, അത് തരും. ഇതെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് എന്റെ തറവാട്ടിലോട്ട് വന്ന് കേറിയ കടുപ്പത്തില് ഏലക്കായിട്ട് 2 ചായ. 21 ഗ്രാംസ് നീ കണ്ടോ? പിന്നെ ഇറക്കി വിട്ടാലോ? ലോകം മുഴുവൻ അല്ലല്ല ഈ പരിപാടി നീ എന്തിനോട് കാർ കയറി? ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയ നടന്റെ അഹങ്കാരമായിട്ട് ജനങ്ങൾ ചിത്രീകരിക്കും. പക്ഷെ അനുവേട്ടന് പറയാം ഇതിനെ കൊന്നാല കായലി മുക്കിയാല വേണ്ട വിഷം കലക്കിന്ന് പറഞ്ഞു നമുക്ക് ചായയിൽ വിഷം കൊടുത്ത് കൊന്നിട്ട് അതിൽ കായലി കൊണ്ടിട്ടാലോ?